ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചോറുണ്ണാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല പുളിയുള്ള ഒരു മുട്ടക്കറി, മീൻകറീനി വെല്ലുന്ന രീതിയിലുള്ളൊരു മുട്ടക്കറിയാണിത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് ചോറുണ്ണാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ചൂടായി വന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കതൊന്നും മൊരിയിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി. ഞാനിപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്ര കണ്ട് മൂത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി മൊരിഞ്ഞ് കിട്ടേണ്ട, അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അതൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞിട്ട് സെക്കൻഡ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പാല് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാല് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അടിച്ചത്. അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3 തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറുണ്ണാൻ വേണ്ടി തയ്യാറാക്കുന്ന കറി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കുറച്ച് പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതെല്ലാം നമ്മൾ ചോറിനല്ല ഈ കറി ഉപയോഗിക്കുന്നതെങ്കിൽ, നമുക്കിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വിനാഗിരി ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തക്കാളിയുടെ ആ നേരിയ പുളി മാത്രം മതിയാവും. ഇതിപ്പോൾ തിളച്ച് വരട്ടെ. നമുക്ക് ആ സമയം ഇതിലേക്ക് വേണ്ട മുട്ട ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 5 താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ 2 പീസാക്കിയാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. 4 പീസാക്കിയും കട്ട് ചെയ്തിടാം. പിന്നെ മുഴുവനോടെ ഇടാം. പക്ഷെ മുഴുവനോടെ ഇടുമ്പോൾ നമ്മൾ ചുറ്റും ശരിക്കും ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ തിളച്ച് അതിൻ്റെ തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തലപ്പാൽ 1 ഗ്ലാസ് മാറ്റി വെച്ചിരുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ആ ഗ്രേവിയിലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്ന് ആക്കി കൊടുക്കുക. നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഗ്രേവി എല്ലാം വേവായി കഴിഞ്ഞതാണ്, ആവശ്യത്തിന് കുക്കായി കഴിഞ്ഞതാണ്. ഈ മുട്ട കുറച്ച് ഉപ്പും മുളയൊക്കെ പിടിച്ച് കഴിഞ്ഞ ആ സമയം കണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും വേപ്പിലയൊക്കെ താളിച്ചിടണം. ഞാനിവിടെ ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചോറ് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മുട്ടക്കറി തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മീൻകറി കൂട്ടണ പോലെ തന്നെയാണ്, അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്ക് കിട്ടുന്നത്. നമ്മുടെ ഇന്നത്തെ മുട്ടക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. Thank you.